നമസ്കാരം. കേരളത്തിൽ 10 വർഷം നീണ്ടുനിന്ന പിണറായി വിജയൻ ഭരണത്തിന് അന്ത്യം കുറിച്ച് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അധികാരമേറ്റയുടൻ പുറത്തെടുത്ത ഏറ്റവും ശക്തവും തന്ത്രപരവുമായ രാഷ്ട്രീയ നീക്കമായി എ.പി. ഷൗക്കത്ത് അലിയുടെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ നിയമനം വിലയിരുത്തപ്പെടുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് CPI നേതൃത്വത്തെ വർഷങ്ങളായി അസ്വസ്ഥമാക്കുന്ന പേരാണ് എ.പി. ഷൗക്കത്ത് അലി എന്ന IPS ഉദ്യോഗസ്ഥന്റേത്. മുൻ സർക്കാരിന്റെ കാലത്ത് പാർട്ടിക്കും ഭരണകൂടത്തിനും അപ്രിയനായതിന്റെ പേരിൽ പ്രധാന തസ്തികകളിൽ നിന്നെല്ലാം അകറ്റി നിർത്തപ്പെട്ടിരുന്ന ഈ കരുത്തനായ ഉദ്യോഗസ്ഥനെ മലബാറിലെ ഏറ്റവും നിർണായകമായ ക്രമസമാധാന ചുമതല ഏൽപ്പിച്ചതിലൂടെ വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് പുതിയ സർക്കാർ നൽകുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷത്തിന്റെയും അപ്രമാദിത്വത്തിനുമേൽ നിയമവാഴ്ചയുടെ ശക്തമായ തിരിച്ചുപിടിക്കലാണ് ഇതിലൂടെ വി.ഡി. സതീശൻ ലക്ഷ്യമിടുന്നത്. കേരള രാഷ്ട്രീയ ചരിത്രത്തെ ഭീതിയിലാഴ്ത്തിയ T.P. ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷണത്തിലൂടെയാണ് ഷൗക്കത്ത് അലി എന്ന പേര് മലയാളികളുടെ മനസ്സിൽ പതിയുന്നത്. അന്ന് തലശ്ശേരി DYSP ആയിരുന്ന അദ്ദേഹം CPMന്റെ കണ്ണിലെ കരടായി മാറിയത് പാർട്ടിയിലെ പ്രബല നേതാക്കളെയും കൊടും ക്രിമിനലുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നതോടെയാണ്. T.P. വധക്കേസിലെ മുഖ്യ ആസൂത്രകരിൽ ഒരാളായ CPM കോഴിക്കോട് മുൻ ജില്ലാ സെക്രട്ടറി P. മോഹനനെ വഴിയിൽ വെച്ച് വണ്ടി തടഞ്ഞ് കസ്റ്റഡിയിലെടുത്ത അദ്ദേഹത്തിന്റെ ധീരമായ നടപടി അക്കാലത്ത് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പാർട്ടി കോട്ടകളെ വിറപ്പിച്ചുകൊണ്ട് കൊടിസുനി, കിർമാണി മനോജ്, മുഹമ്മദ് ഷാഫി, P.K. കുഞ്ഞനന്ദൻ തുടങ്ങിയ ഉന്നതരെയും ക്രിമിനലുകളെയും അഴിക്കുള്ളിലാക്കാൻ ഷൗക്കത്ത് അലി കാണിച്ച നിശ്ചയദാർഢ്യം സമാനതകളില്ലാത്തതായിരുന്നു. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത ഈ അന്വേഷണ മികവാണ് പിന്നീട് അദ്ദേഹത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശിഷ്ട പുരസ്കാരം നേടിക്കൊടുത്തത്. 90കളുടെ മധ്യത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1995-ൽ സബ് ഇൻസ്പെക്ടർ ബാച്ചിൽ 1ാം റാങ്കോടെ പോലീസ് സേനയിലേക്ക് കടന്നുവന്ന ഷൗക്കത്ത് അലി T.P. കേസിന്റെ വിധി വന്നതിന് തൊട്ടു പിന്നാലെ ദേശീയ അന്വേഷണ ഏജൻസിയിലേക്ക് മാറി. അവിടെ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റായി ഉയർന്ന അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ വരെ ശ്രദ്ധേയമായ ദൗത്യങ്ങളിൽ പങ്കാളികളായി. കനകമല IAS റിക്രൂട്ട്മെന്റ് കേസ്, തമിഴ്നാട്ടിലെ വിഘടനവാദ ഭീകരവാദ കേസുകൾ എന്നിവയ്ക്ക് പുറമെ പാരീസ് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര അന്വേഷണത്തിൽ ഫ്രഞ്ച് സുരക്ഷാ ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിച്ച പരിചയസമ്പത്തും ഈ ഉദ്യോഗസ്ഥനുണ്ട്. കൂടാതെ 2020-ൽ രാജ്യത്തെ പിടിച്ചുകുലുക്കിയ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം ആരംഭിച്ച് വെറും 24 മണിക്കൂറിനുള്ളിൽ മുഖ്യപ്രതികളായ സ്വപ്ന സുരേഷിനെയും സന്ദീപിനെയും കർണാടകയിൽ നിന്നും അതിവേഗം പിടികൂടി അദ്ദേഹം തന്റെ അസാധാരണമായ പ്രവർത്തന വേഗതയും തെളിയിച്ചിട്ടുണ്ട്. ദേശീയ ഏജൻസിയിലെ ഡെപ്യൂട്ടേഷൻ പൂർത്തിയാക്കി കേരളത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന് രാഷ്ട്രീയ കാരണങ്ങളാൽ കഴിഞ്ഞ പിണറായി സർക്കാർ അർഹമായ പരിഗണനയോ പ്രാധാന്യമുള്ള തസ്തികകളോ നൽകിയില്ല. എന്നാൽ ഭരണം മാറിയതോടെ കഥ പൂർണ്ണമായും മാറി. നവകേരള യാത്രയുടെ ഭാഗമായി 2024 ഡിസംബർ മധ്യത്തിൽ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാണിച്ച KSU ജില്ലാ അധ്യക്ഷനും നിലവിൽ ജനപ്രതിനിധിയുമായ എഡി തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി അജയ് ജൂവർ കുര്യാക്കോസ് എന്നിവരെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഭടന്മാരായ അനിൽകുമാറും S. സന്ദീപും ചേർന്ന് പൊതുമധ്യത്തിൽ അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു. ചാനലുകൾ തത്സമയം പുറത്തുവിട്ട ഈ ക്രൂരത കണ്ടിട്ടും താൻ ഒന്നും അറിഞ്ഞിരുന്ന നിലപാടാണ് അന്നത്തെ മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഇരകൾ പരാതി നൽകിയിട്ടും പോലീസിലെ ഉന്നത രാഷ്ട്രീയ സ്വാധീനം മൂലം കേസെടുക്കാൻ പ്രാദേശിക അധികാരികൾ തയ്യാറായില്ല. പിന്നീട് കോടതിയുടെ ശക്തമായ ഇടപെടലിലൂടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും പ്രതികളെ ചോദ്യം ചെയ്യാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ തങ്ങളുടെ യുവനേതാക്കളെ തെരുവിൽ തല്ലിച്ചതച്ച സംഭവത്തിന് കാലം കണക്ക് ചോദിക്കുമെന്ന് നൽകിയ മുന്നറിയിപ്പ് പിന്നീട് സാക്ഷാത്കരിക്കപ്പെട്ടു. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് ഷൗക്കത്ത് അലിയെ അതിന്റെ അധ്യക്ഷ സ്ഥാനത്തിരുത്തി. ഏറ്റവും ഒടുക്കം കേസ് നടക്കുകയാണ്. എന്തായാലും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ എന്ന അതിനിർണായകമായ പോസ്റ്റിലേക്ക് ഷൗക്കത്ത് അലി തിരിച്ചു വരുന്നത് വി.ഡി. സതീശൻ സർക്കാരിന്റെ മധുര പ്രതികാരമാണ്.